ചെറുപ്പക്കാരാ, ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ പെറ്റ തള്ളയ മറന്നില്ലേടാ കുഞ്ഞുമോനെ. നൊന്തുപറ്റ ഉമ്മാനെ നിനക്കിന്ന് വേണ്ടാതായല്ലോ. ആ പാവത്തിന് നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഗൾഫുകാരനെ നിനക്ക് ഭർത്താവായി കിട്ടിയപ്പോ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ മറന്നില്ലേ, വാപ്പാനെ മറന്നില്ലേ? നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതിയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറില്ലല്ലോ, ഒന്ന് ഫോൺ വിളിക്കാറില്ലല്ലോ. ഉമ്മാ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. നന്ദിയില്ലാത്തവളായി പോയില്ലേ പെങ്ങള്, നന്ദിയില്ലാത്തവളായി പോയില്ലേ പെങ്ങള്. അല്ലാഹുവേ, നീ രക്ഷപ്പെടൂലടി കുഞ്ഞുമോള്. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളെ മറക്കുന്ന മുസ്ലിമേ, പഠിച്ചവരെ കൊട്ടാരം പോലെ പണിതിട്ടിരിക്കുന്ന വീടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് മൂത്രമൊഴിച്ചാൽ, നിന്റെ വാപ്പയൊന്ന് രോഗം ഓടിച്ചറിയാതെ നിന്റെ ബെഡ്റൂമിനകത്തൊന്ന് കാഷ്ടിച്ചാൽ, പ്രായം ചെന്ന ഉമ്മയെങ്ങാനും വീടിനകത്തൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ അറിയാതെയാടല്ലോ പഠിച്ചവരെ, അറിഞ്ഞുകൊണ്ടല്ലോ. രോഗം പിടിച്ചവരെങ്ങാനും അറിയാതെയൊന്ന് മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ തുപ്പുകയോ ചെയ്താ നിന്റെ ഭാര്യ പറയും എനിക്ക് നോക്കാൻ വയ്യ, മൂത്രവും കാഷ്ടവും വാരാൻ എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ പെറ്റ തള്ളയെ ഉപേക്ഷിക്കുന്ന യുവത്വേ, മോനെ ഉമ്മ ബെഡിലല്ലേടാ മൂത്ര പിടിച്ചത്, വാപ്പ ബെഡിലല്ലേ കാശിച്ചത്, കഴുകിയാ പോകുമല്ലോ, തുളച്ചാ പോകുമല്ലോ, നീ എവിടെ കിടന്നാടാ മൂത്ര പിടിച്ചത്? നീ നിന്റെ ഉമ്മാന്റെ ശരീരത്തിൽ എത്രയോ പ്രാവശ്യം നീ മൂത്രമുടിച്ചു, എത്രയോ പ്രാവശ്യം നീ കാശിച്ചു. നീ നിന്റെ ഉമ്മ വീട്ടിലല്ലേ തുപ്പിയത്, നീ നിന്റെ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം നീ കാർക്കിച്ചു തുപ്പി, എത്ര പ്രാവശ്യം നീ ഛർദിച്ചിട്ടുണ്ട്. ആ പാവം തള്ള നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ, പോടാ എന്ന് പറഞ്ഞ് താഴെ വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും എന്റെ പൊന്നുമോനെ എന്ന് സ്നേഹത്തോടെ നെഞ്ചത്തേക്ക് ചേർത്ത് പഠിച്ചാ പറ്റുമാനെ എങ്ങനെയാടാ തല്ലാൻ തോന്നുന്നത്? എങ്ങനെയാടാ ആ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ചീത്ത വിളിക്കാൻ തോന്നുന്നത്? നിനക്ക് എങ്ങനെ ഭീഷണിപ്പെടുത്താൻ തോന്നുന്നു? എന്റെ പ്രിയമുള്ളവർ, അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ, അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ സ്വന്തം മക്കളും ഇതുപോലെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ പൊന്നാര മക്കള് നിന്നെ തല്ലുന്ന ഒരു കാലം വരും വാപ്പാ. നീ നിന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതുപോലെ, നീ നിന്റെ വാപ്പാനെ വേദനിപ്പിച്ചതുപോലെ വല്ലാഹി സത്യം നിന്റെ മക്കളും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ കാത്തിരുന്നു പൊന്നുമോളെ, പണം കിട്ടിയപ്പോ പെറ്റ തള്ളയ മറന്ന ഉമ്മ, നിന്റെ പോറ്റി വളർത്തുന്ന മോളും നിന്നോട് ഇതുപോലെ ചെയ്യും. നീ കഷ്ടപ്പെട്ട് നിന്റെ വയറ്റിൽ പിറന്ന മക്കള് നിന്നെ ഇതുപോലെ തന്നെ ചെയ്യും. ആ വേദന എന്തെന്ന് നീ അറിയാതെ മരിക്കൂലടി പൊന്നുമോളെ. അതുകൊണ്ട് പറയുകയാ, ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാ. ഓടിച്ചെന്ന് വാപ്പയുടെ കാല് പിടിച്ചോ, ഉമ്മയുടെ കാല് പിടിച്ചോ, കരഞ്ഞുകൊണ്ട് പറവുമ്മ എനിക്ക് പൊരുത്തം താവുമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് താവുമ്മ, പൊരുത്തം വാങ്ങിക്കോ റോഷാ. പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര നാളായടി ഉമ്മാനവന്ന് ഫോൺ വിളിച്ചിട്ട്, ഇന്ന് രാത്രി 1 മണിയായാലും കുഴപ്പമില്ല, എന്റെ മക്കളുടെ ഫോണും കാത്തു എന്റെ ഉമ്മ ഇരിപ്പുണ്ട്. എന്തിനാ മോളെ വിളിച്ചതെന്ന് ചോദിക്കില്ല. രാത്രി 3 മണിക്ക് വിളിച്ചാൽ ചാടി എഴുന്നേറ്റിട്ട് എന്റെ പൊന്നുമോള് വിളിച്ചല്ലോ. അല്ലാഹുവേ, സ്നേഹത്തോടെ നിന്നോട് ചോദിക്കും, എന്നിട്ട് നീ ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, ഇനി മരിച്ചുപോയവരാണ്
ഉള്ളവനാണെങ്കിൽ നാളെ രാവിലെ സുബഹി കഴിയുമ്പോ പള്ളിക്കാട്ടിൽ നിന്റെ ജന്മം തന്ന വാപ്പാന്റെ ഖബററിയുമെങ്കിൽ ഉമ്മാന്റെ ഖബററിയുമെങ്കിൽ പോയിട്ട് കരവാപ്പാ എന്നിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ചില മക്കളുണ്ട് മരിച്ചാലും വെറുതെ വിടില്ല നബി മുഹമ്മദ് മുസ്തഫ. മരിച്ചാലും മാതാപിതാക്കളെ വെറുതെ വിടാറില്ല. കണ്ണുനീരാ എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരുന്ന കാലത്ത് വാപ്പ ഒരാളുടെ മുന്നിലും നിന്നെ പോറ്റി വളർത്താ കൈനീട്ടിയിട്ടില്ല, ഒരാളുടെ മുന്നിലും പോയി തെളിയിട്ടില്ല. പക്ഷേ ഇന്നവരുടെ അവസ്ഥ എന്തെന്നറിയോ? അവരിൽ കിടന്ന് തെണ്ടുകയാ. അല്ലാഹുവേ, എന്റെ മക്കളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലാ, എനിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നില്ല അല്ലാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല അല്ലാ. ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഖബറിൽ കിടന്ന് യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിച്ച നാളെ നിന്റെ മക്കളും ഇതുപോലെ ചെയ്യുന്ന ഒരു കാലം വരാറുണ്ട്.